ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആവങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിൽ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞ തൃശൂർ ജില്ല. ചരിത്രത്തിലെ അട്ടിമറി വിജയമടക്കം 3 മണ്ഡലങ്ങളിലും 3 മുന്നണികൾ ജയിച്ച ജില്ലയായി മാറി തൃശൂർ, ചാലക്കുടി, ആലത്തൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ചരിത്ര വിജയത്തിലൂടെ സംസ്ഥാനത്ത് താമര വിരിയിച്ച് BJP ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് എടുത്തത് തൃശൂരിലാണ്. ഇതിലൂടെ കേരളത്തിലെ NDAയുടെ ഏക സീറ്റും തൃശൂരായി. സുരേഷ് ഗോപി ഒടുവിൽ 3ാം അംഗത്തിലാണ് വിജയം കൈവരിച്ചത്. ഏറിയ സുനിൽ കുമാറിനെ പരാജയപ്പെടുത്തിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ UDFന്റെ സിറ്റിംഗ് MP രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി CPMന്റെ രാധാകൃഷ്ണനിലൂടെ കഴിഞ്ഞ തവണ കൈവിട്ട ആലത്തൂർ LDF തിരിച്ചുപിടിച്ചു. നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ K രാധാകൃഷ്ണനെ രംഗത്തിറക്കിയ LDF 20,111 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് LDF വിജയിച്ച ഏക മണ്ഡലവും ജില്ലയിലെ കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ ആലത്തൂരായി മാറി. അതിലുപരി ആലത്തൂരിൽ 2ാം ഊഴത്തിന് കച്ചകെട്ടിയിറങ്ങിയ രമ്യ സ്വന്തം സിറ്റിംഗ് സീറ്റിൽ തോൽവിയറിഞ്ഞ നിലവിലെ ഏക കോൺഗ്രസ് MP ആയി മാറി. കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് MP മുരളീധരൻ മണ്ഡലം മാറ്റത്തിലൂടെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിയാണ് പരാജയപ്പെട്ടത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് MPയായ ബെന്നി ബെഹന്നാനിലൂടെ UDF നിലനിർത്തിയതോടെ ജില്ലയിലെ മണ്ഡലങ്ങളിലെ മുന്നണി വൈവിധ്യവും വേറിട്ടുനിന്നു. കഴിഞ്ഞ തവണ കൈവിട്ട ചാലക്കുടി ഇക്കുറി തിരിച്ചുപിടിക്കാൻ CPM നിയോഗിച്ചത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ C രവീന്ദ്രനാഥൻ ആയിരുന്നു. മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിൽ നിലനിർത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.